ഇത് വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അർജുൻ കുറ്റക്കാരനല്ലെന്ന് കോടതി. സ്റ്റാലിൻ വിവരങ്ങൾ പങ്കുവെക്കും. സ്റ്റാലിൻ, ഈ കേസിന്റെ പശ്ചാത്തലം എന്താണ്? കോടതി വിധിയുടെ വിശദാംശങ്ങൾ എന്താണ്? രഞ്ജിത്ത്, 2021 ജൂൺ 30-നായിരുന്നു വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റ് ലയത്തിലെ 6 വയസ്സുകാരിയെ സമീപവാസിയായ അർജുൻ എന്ന് പറയുന്ന യുവാവ് പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയായിട്ടുള്ള കേസ് ഉണ്ടാകുന്നത്. എന്നാൽ ഈ കേസില് ഇപ്പോൾ കട്ടപ്പന സ്പെഷ്യൽ കോടതി, അതിവേഗ കോടതി ഇപ്പോൾ ഈ അർജുനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്ന വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കട്ടപ്പന സ്പെഷ്യൽ കോടതി ജഡ്ജി വി മഞ്ജുവാണ് കേസ് പരിഗണിച്ച് ഇപ്പോൾ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. കേസിന്റെ അന്വേഷണത്തിലെല്ലാം ഇയാൾ കുറ്റക്കാരനാണ് എന്നുള്ള നിലയിലായിരുന്നു പോലീസിന്റെയും മറ്റുള്ള ഉദ്യോഗസ്ഥരുടെ എല്ലാം നിഗമനം. എന്നാൽ ഏറെക്കാലം ഈ കുട്ടിയെ ഇയാൾ സമീപവാസിയായ എസ്റ്റേറ്റ് ലയത്തിന് അടുത്ത് തന്നെ താമസിക്കുന്ന ഈ അർജുൻ എന്ന് പറയുന്ന ആള് ഏറെക്കാലമായി പീഡിപ്പിച്ചു വരികയായിരുന്നു. വീട്ടിൽ ആളില്ലാതിരുന്ന സമയത്ത് കുട്ടിയെ വീട്ടിൽ കയറി പീഡിപ്പിക്കുകയും അതിനുശേഷം കൊലപ്പെടുത്തുകയും ചെയ്തതായിട്ടാണ് അന്നത്തെ കേസ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ കേസ് ഇയാൾ കുറ്റക്കാരനല്ല എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേ പ്രകാരം കട്ടപ്പന പോസ്കോ പ്രത്യേക കോടതി, അതിവേഗ കോടതിയാണ് ഇപ്പോൾ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ കോടതിയെ ബോധ്യപ്പെടുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായി തന്നെ വിശദമായ തെളിവുകൾ ഹാജരാക്കിയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഈ സമയത്തുടനീളം ഇയാൾ പീഡിപ്പിച്ചിരുന്ന കുട്ടിയെ എന്നതിന് കൃത്യമായ തെളിവുകളടക്കം സാക്ഷിമൊഴിയടക്കം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട്. പക്ഷെ അപ്പോഴും എന്തുകൊണ്ട് കോടതിയെ ബോധ്യപ്പെടുത്താൻ കൃത്യമായി സാധിച്ചില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. അത്തരം തെളിവുകൾ ഉണ്ടായിട്ടും ആ പ്രതി കുറ്റക്കാരനല്ല എന്ന് പറയുമ്പോൾ അത് പ്രോസിക്യൂഷന്റെ പിഴവായി തന്നെ നമ്മൾ കാണണം. തീർച്ചയായും രഞ്ജിത്ത്, 2021 സെപ്റ്റംബർ 21-ന് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതാണ്. കൊലപാതകം, ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തി ഈ കേസ് മുന്നോട്ട് പോയിരുന്നത്, അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പ്രോസിക്യൂഷന് ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള രേഖകളോടുകൂടി ഈ കേസ് കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. കേസിൽ 48 പേരെ വിസ്തരിച്ചിരുന്നു. 69 രേഖകളും അതായത് 16 വസ്തുവകകളും ഇതിനു വേണ്ടി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ ഇയാൾ കുറ്റക്കാരനല്ല എന്ന നിഗമനത്തിലേക്ക് ഇയാൾ കുറ്റം ചെയ്തു എന്ന് സമർപ്പിക്കത്തക്ക രീതിയിലുള്ള തെളിവുകൾ സമർപ്പിക്കാൻ പോസ്കോ കോടതിയിൽ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. ഏതായാലും കട്ടപ്പന പോസ്കോ അതിവേഗ കോടതി ജഡ്ജി വി മഞ്ജു ഇന്ന് ഏതായാലും ഇയാൾ കുറ്റക്കാരനല്ല എന്നുള്ള തരത്തിലേക്ക് വിധി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ജനരോഷമുണ്ടായ ഒരു കേസാണ് സ്റ്റാലിനിത്. ഈ പ്രതിക്കെതിരെ നാട്ടുകാരുടെ അടക്കം വളരെ കൃത്യമായി തന്നെ പരാമർശങ്ങളായിട്ട് നമ്മൾ കണ്ടതാണ്. തെളിവെടുപ്പിന് പോലും എത്തിച്ചപ്പോൾ ഇയാൾക്കെതിരെ വലിയ ജനരോഷമുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കാണുന്നുണ്ട്. അങ്ങനെ സമൂഹ മനസാക്ഷി ഞെട്ടിപ്പിച്ച ഒരു വലിയ സംഭവം, അതിൽ ഇത്തരത്തിൽ ഒരു കോടതി വിധി വരുമ്പോൾ അത് സാധൂകരിക്കേണ്ടി വരും പ്രോസിക്യൂഷന്. ഇനിയും അപ്പീലടക്കം പോകേണ്ടി വരും. അത്തരം നിലപാടുകളിലേക്ക് തന്നെ പ്രോസിക്യൂഷൻ കടക്കുമെന്ന് കരുതാം. തീർച്ചയായിട്ടും അങ്ങനെ വേണം കരുതാൻ. കാരണം ഇത് വളരെ പ്രമാദമായ ഒരു കേസാണ്. വലിയ ജനരോഷം, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ മാത്രമല്ല, അത് വലിയ സംസ്ഥാനത്തൊട്ടാകെ മലയാളികൾക്കിടയിലുമൊക്കെ വലിയ ചർച്ചയായതും വലിയ ജനരോഷം ഉണ്ടായ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പ്രതിക്ക് തക്കതായ ശിക്ഷ മാത്രമാണ് ശരിക്കും ജനങ്ങൾ, അതുപോലെ തന്നെ പ്രതിഭാഗത്തുള്ള കുട്ടിയുടെ ബന്ധുക്കളും ഇടുക്കിയിലെ ജനങ്ങളുമൊക്കെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത് ഇയാൾക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇന്നിപ്പോൾ കോടതിയിലെ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ്. എന്താണേലും അപ്പീലിന് പോകാനുള്ള സാധ്യതകൾ ഉൾപ്പെടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രഞ്ജിത്ത്, ഏതായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിധിന്യായം ഉണ്ടായിരിക്കുന്നത് ഇയാൾ കുറ്റക്കാരനല്ല, അർജുൻ കുറ്റക്കാരനല്ല എന്ന് തന്നെയാണ്. അത് സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. അത് പ്രധാനപ്പെട്ട കാര്യമായി മാറുകയും ചെയ്യുന്നുണ്ട്. പ്രോസിക്യൂഷൻ വളരെ കൃത്യമായി തന്നെ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ വിധി നേരെ മറിച്ചാകുന്നു, കോടതിയുടെ തീരുമാനം നേരെ മറിച്ചാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി വരുന്നത്. വണ്ടിപ്പെരിയാറിലാണ് ഈ സംഭവം ഉണ്ടായത്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അർജുൻ എന്ന ഏക വ്യക്തിയായിരുന്നു അതിൽ പ്രതി എന്നും അന്ന് വ്യക്തമായിരുന്നു. കാരണം അതിൽ പോലീസിൻ്റെ അന്വേഷണവും പ്രോസിക്യൂഷൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശവും ഒക്കെ അനുസരിച്ചുള്ള കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ
പുറത്തു വരുന്നത്. സ്റ്റാലിൻ വിവരങ്ങൾ പങ്കുവെക്കും. സ്റ്റാലിൻ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. സ്റ്റാലിൻ, ഇത് നമ്മുടെ ഈ വിചാരണ വേളയിൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞുവെച്ച തെളിവുകൾ, ഇയാളുടെ ഈ കുട്ടിയുമായുള്ള പരിചയം, മറ്റ്